ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയത്തില്ലേ, അതാണ് എൻ്റെ അവസ്ഥ. ട്രൈപോഡില്ല. ഹലോ, അസ്സലാമു അലൈക്കും മക്കൾസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ജുവൽ അറിയാലോ, ഒരു 3-4 ദിവസത്തേക്ക് ഒരു നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സിംഗപ്പൂർ പോയിരുന്നു. തിരിച്ച് വന്ന് എയർപോർട്ടിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് ജുവൽ എന്നുള്ള സംഭവം കേൾക്കുന്നത്. സത്യം പറഞ്ഞ ജുവൽ എന്താണെന്നുള്ളത് അതിൻ്റെ അകത്ത് കയറുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഒന്നൊന്നര ജുവൽ തന്നെയായിരുന്നു. കാരണം അവിടെ വരുന്ന മെയിൻ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ രാജ്യത്തോട് നമുക്ക് ചെന്നിറങ്ങുമ്പോൾ തന്നെ ആ രാജ്യം ഒരു സംഭവമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതിൻ്റെ അകത്ത് കയറുന്ന ഏതൊരു വ്യക്തിക്കും കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇതാണ്. വലിയൊരു മലയിൽ നിന്നും ഉള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രതീതിയാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ. ഒരു എയർപോർട്ടിൻ്റെ അകത്തൊരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് നമ്മളെപ്പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് ഭയങ്കര കൗതുകമല്ലേ. ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ അകത്ത് പോസ്റ്റ് ഏരിയയാണ്. ഷോപ്പിംഗ് മോളും സംഭവങ്ങളും റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എൻ്റെ കൂടെ എല്ലാം ഉണ്ടെങ്കിൽ എന്ത് വേണം, കയ്യിൽ ക്യാഷ് വേണം മക്കൾസെ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ കുറച്ച് വോയിസേ കൊടുക്കത്തുള്ളൂ, ബാക്കിയെല്ലാം കുട്ടികൾ കാണുക. സത്യം പറഞ്ഞാൽ സിംഗപ്പൂരിൽ വരിക, എയർപോർട്ട് 2 ദിവസം എക്സ്പ്ലോർ ചെയ്യുക, പോവുക, അത് തന്നെ വലിയൊരു എക്സ്പീരിയൻസാണ് ജീവിതത്തിൽ. ഇതിൻ്റെ ഒരു 10% ഞാൻ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോഴത്തേനും ഞാൻ തളർന്നു. നല്ല വിശപ്പുണ്ട്, ദാഹമുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. പല പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് ഊഹിച്ചേ, പല പ്രശ്നങ്ങൾ.
വിശപ്പേന് ശാന്തി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളേ. അവസാനം എന്താ നമ്മുടെ സംഭവത്തിലെത്തി. കഴിക്കട്ടെ. ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയത്തില്ലേ, അതാണ് എൻ്റെ അവസ്ഥ. ട്രൈപോഡില്ല, എടുത്തു തരാൻ ആരുമില്ല. ഒന്ന് കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല. ചിക്കൻ ബർഗറാണ്, പക്ഷെ അത്ര അങ്ങോട്ട് റിച്ച് അല്ല സംഭവം. അയ്യോ ഭാവി. ചുരുക്കത്തിൽ ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തെത്തി. സത്യം പറഞ്ഞാൽ ഇവിടെ എനിക്ക് എത്തുമെന്ന് ഞാൻ കരുതിയതല്ല കേട്ടോ. ഞാൻ കരുതി ഒത്തിരി മുകളിലൊക്കെ പോകണ്ടേ, തനിച്ചേ ഉള്ളൂ, എൻ്റെ കൂടെയുള്ളവരൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ ആദ്യം അപ്പം മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടം വരെ വന്നിട്ട് അമ്മ അതും കൂടെയൊക്കെ പോയി കാണാമെന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ അകത്തോട്ട് കയറണമെങ്കിൽ ഇതൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഒറിജിനലായിട്ടുള്ള വെള്ളച്ചാട്ടം പോലെ ഇതിൻ്റെ മുന്നിൽ തോറ്റു പോകും എന്നുള്ളതാണ്. ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കണം അകത്തേക്ക് പോകുന്നതിന്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് പോയി കാണാനുള്ള ഒരു വൈബ് എനിക്കില്ല. ഇവിടെ ആരെങ്കിലും ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ. ഇത്രയെങ്കിലും കാണാൻ പറ്റിയത് തന്നെ ഇത് മനോഹരമായ ഒരു കാഴ്ചയാണെന്ന് നോക്കിക്കേ. യാത്രകൾ ചെയ്യൂ എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാ? ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എല്ലാവർക്കും പറ്റത്തില്ല, എനിക്കും സാധ്യമായ കാര്യമല്ല. പക്ഷേ എങ്ങനെയോ സാധിച്ചു. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ തൊട്ടടുത്തെത്തി. അതിൻ്റെ ഏറ്റവും ടോപ്പ് കോർണറിലുള്ള സംഭവം നമ്മുടെ ജുവലിൻ്റെ കണ്ടോ, ഏറ്റവും റൂഫിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് ആകാശമേ ഉള്ളൂ. മാഷാ അല്ലാഹ്. ഞാൻ സത്യത്തിൽ ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ കയറാൻ പറ്റുമോ, അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതിയിരുന്നതാണ് കേട്ടോ. അപ്പം മോൻ ഇടയ്ക്ക് വിളിച്ചു. അപ്പം പറഞ്ഞു ഉമ്മ എന്തായാലും അവിടം വരെ കയറിയില്ലേ, നമ്മൾ അതുകൂടെയൊക്കെ പോയി കാണും, സമയമുണ്ടല്ലോ, ഫ്ലൈറ്റിന് സമയമുണ്ട്. എൻ്റെ കൂടെ ആൾക്കാരില്ല, അതാ സംഭവം. സത്യം പറഞ്ഞാൽ ഒറിജിനൽ വെള്ളച്ചാട്ടം പോലും ഇതിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കും. കണ്ടോ, ജീവിതത്തെ ജീവിതമായിട്ട് ആഘോഷിക്കുന്നതാണ്. ആ ആഘോഷത്തിനിടയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കൂടെ കൂട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനെയും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെയൊക്കെ ജീവിതം ആസ്വദിക്കാൻ, പല പല കാഴ്ചകൾ ഭൂമിയിലുള്ള മനുഷ്യർ തന്നതും നമുക്കായി തന്നതുമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം തന്നെ. മാഷാ അല്ലാഹ്. റബ്ബിനോട് നന്ദി പറയുന്നു. എപ്പോഴും സങ്കടപ്പെടുന്ന ആളാണ്, എപ്പോഴും അസംതൃപ്തിയില്ല, എന്തിലൊക്കെയോ ഒരു നിരാശയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എങ്കിലും ഇതുപോലെയൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് വല്ലാത്തൊരു വൈബ് കേട്ടോ. തണുപ്പോ, നമ്മളൊരു കാട്ടിൽ അകപ്പെട്ടൊരു പ്രതീതി. വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു കുഞ്ഞൊരു കാട്ടിൽ വളരെ മോഡേണായുള്ള കുറേ ആൾക്കാരുടെ ഇടയിൽ കാടിനുള്ളിലൊരു സംഭവം, അങ്ങനത്തെ ഒരു ഫീല്, ഭയങ്കര ഒരു ഫീല് കേട്ടോ. എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്യാവശ്യം ഫുഡ് കോർട്ട്, എവിടെയായാലും മനുഷ്യന്മാർക്ക് വിശപ്പൊരു സംഭവമാണല്ലോ. ഫുഡ് കോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും എന്നുവെച്ചാൽ വളരെ ചീപ്പാണ്. എന്താ പറയുക, വിസയുടെ ചാർജ് ചീപ്പാണ്. സിംഗപ്പൂരിലെ ഫ്ലൈറ്റ് ചാർജ് നമ്മൾ കുറച്ച് മുന്നേയൊക്കെ എടുത്ത് വെച്ചിരുന്നാലും ഫ്ലൈറ്റ് ചാർജും കുറവാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ലിവിങ് കോസ്റ്റാണ് കുറച്ച് കൂടുതൽ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എന്നാലും കുഴപ്പമില്ല. തിരഞ്ഞെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഫുഡ് വിശപ്പടക്കിയൊക്കെ പോവാം. ഓക്കെ, ഞാനപ്പോൾ ഇതിനെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. പാവപ്പെട്ട എന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
ഞാനും കൂടെ ഒന്ന് കയറെ പിടിച്ചോട്ടെ. നിങ്ങൾ ആരും എന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടം വരെ കണ്ടിട്ട് ഇതൊക്കെ നിങ്ങൾ കാണാത്ത ഒരാളെങ്കിലും കാണത്തില്ലേ? ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഒരു രക്ഷയില്ല. പോകാൻ തോന്നുന്നില്ല. ഇവിടെ തന്നെ വല്ല പാവല്ലോട്ട് കിടന്ന് ഉറങ്ങാറുണ്ട്. സംഭവം വല്ലാത്ത പൊളിച്ചടിക്കുന്ന പറയത്തില്ലേ, പൊളിച്ചടിക്കുന്ന തന്നെ പറയാം. ഞാൻ സത്യം പറഞ്ഞ് ജുവൽ എന്നൊക്കെ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും സംഭവമാണെന്ന് ഞാൻ കരുതിയില്ല. എൻ്റെ അള്ളാ, ഇതൊക്കെ കാണാൻ കിടക്കുന്ന റബ്ബേ, കണ്ട് തന്നെ അൽഹംദുലില്ലാ. അപ്പോൾ തൽക്കാലം ബൈ പറയാണ്. സത്യം പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ ഞാൻ അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തു. സമയം പോയതറിഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് കാല് കഴിക്കുന്നുണ്ടായിരുന്നു, വിശക്കുന്നുണ്ടായിരുന്നു. ഈ 2 സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല. കൂടെ നമ്മളെ കൂടെ നല്ല വൈബടിക്കാൻ പറ്റിയ ടീംസും കൂടെ ഉണ്ടെങ്കിലുണ്ടായ പൊളിയായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ, ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കാണാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇനി വിധി കൂട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പാവപ്പെട്ട എൻ്റെ ഈ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും ഡിയേഴ്സ്.